നല്ല സബ്ജക്ട് വന്ന് കളക്ഷൻ വന്നാലേ എടുത്തങ്ങ് ഇടാൻ നിൽക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്താൽ നടക്കില്ല. അത് അതിന്റെ വാല്യൂ എന്നോട് ചോദിക്കാം. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കുറെ കണ്ണിനകത്ത് ആഴമില്ലാത്ത കുറെ പിള്ളേർ അപ്പൊ എന്താണെന്ന് വെച്ചാ അല്ലല്ല, എനിക്ക് പ്രയാസമുണ്ട്. ഇവര് പറയുന്നത് അച്ഛനും മോനും ഒരേ വേലക്കാരിക്ക് പോകുന്നതാണ്. ഇവർക്ക് കലാകാരൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. കലാകാരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്റർടൈൻ ചെയ്യിക്കുന്നവരാണ് കലാകാരൻ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ഇവരൊന്നും ഈ പറയുന്നത് പോലെയൊന്നുമില്ല. ഇവർക്ക് സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ ഫാമിലി വന്ന ആളല്ല. നിങ്ങൾ വലുതായിട്ട് നിങ്ങളുടെ സ്വന്തം മക്കൾ ഇതുപോലത്തെ അപകടങ്ങളിൽ പെടുമ്പോഴേ നിങ്ങൾ അനുഭവിച്ചത് അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. അല്ല, സാർ സിനിമ കണ്ടായിരുന്നു? സാർ സിനിമ കണ്ടായിരുന്നു? അപകടമുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറകെ അപകടങ്ങൾ വരും. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? മിണ്ടാതിരിക്കണം. സിനിമ അപകടങ്ങൾ നിങ്ങളുടെ പുറകെ വരുമെന്ന് ഞാൻ പറയുന്നതിന് എനിക്ക് ഒരു സിനിമ കാണണമെന്നില്ല. ഈ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സിനിമയെ കുറിച്ച് എന്താണ് അപകടം? അല്ല, അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ദേഷ്യവും തോന്നിയിട്ടുണ്ട്. സന്തോഷം ഉള്ള കാര്യം തുറന്ന് പറയണമല്ലോ. അതിൻ്റെ ഇപ്പം ജോർജങ്ങൾ അതിൻ്റെ കറക്റ്റ് അഭിപ്രായം പറഞ്ഞു. കോമാളിയാകാൻ ശ്രമിക്കരുത്. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. നിങ്ങളെ ഒരു ഓണാഘോഷ പരിപാടിയിൽ വേദി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായ ഒരു കാര്യമല്ല. ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയിട്ട് ഇനി നിങ്ങൾ കോമാളി ആവേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നല്ല നല്ല കാര്യങ്ങൾ, വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്. എല്ലാം ഇത് ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പറയുമായിരുന്നു. എന്ത് നല്ല അർത്ഥമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് എനിക്ക് മനസ്സിലായി. കുറച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറി അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് ഉദ്ദേശം. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ചെറിയ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഈ കുറച്ച് കയ്പുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഈ കയ്പ് കൊടുത്തതിന് ശേഷം മധുരം കൊടുക്കും. ആ മധുരം കൊടുക്കുന്നതാണ് അതിൻ്റെ കീ. അത് കൊടുത്തില്ലേ ആ കുട്ടികൾ അത് കാണൂല. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അതുപോലെ ഇങ്ങനത്തെ ലേശം കോപ്പറയൊക്കെ കാണിക്കുന്ന ഇത് കാണാൻ കുറെ ആളുകളുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അല്ലാണ്ട് ഞാൻ വളരെ മസിൽ പിടിച്ച് മേഡം എനിക്കത് അറിയിച്ചിട്ടില്ല. ഞാൻ വളരെ മസിൽ പിടിച്ചൊക്കെ എനിക്ക് സംസാരിക്കാറില്ല. പക്ഷെ അങ്ങനെയാകുമ്പോൾ മേഡം കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഗൂഗിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന പേരാണ് സന്തോഷ് പണ്ഡിറ്റ്. 3 ലക്ഷം ആൾക്കാർ ഇത് കാണുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. നിങ്ങളിപ്പോ മഴ മനോരമ ഓക്കെ, ഇതിൽ എത്ര പേര് കാണുന്നു അതിൽ ഉറപ്പിച്ച് എഴുതി ഒപ്പിട്ട് തരാം. അതിലും കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റിൽ കാണും. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അപ്പൊ അവരെ കൂടെ കയ്യിലെടുക്കണമെങ്കിൽ അത്യാവശ്യം അല്ലറ ചില്ലറ നമ്പറൊക്കെ വെച്ചിട്ട് അമ്പട കേമാ സണ്ണിക്കുട്ട. അപ്പൊ തീർച്ചയായിട്ടും അച്ഛനെ ആ ഒരു പൊസിഷനിൽ കാണാനല്ലേ ഏത് കുട്ടി ആഗ്രഹിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നതൊക്കെ പോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവര്, നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണമെന്ന് ആഗ്രഹിക്കത്തില്ലേ? ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണമെന്ന് ആഗ്രഹിക്കത്തില്ലേ? പക്ഷെ മേഡം, ഞാൻ ഇതിലൊരു ഇതൊരു സംവാദമല്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ നല്ലത് ചീത്ത എന്നൊക്കെ പറയുമ്പോൾ അല്ല എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്ന സംശയം. ഇപ്പൊ മേഡത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അങ്ങനെ ആവണം, വ്യത്യസ്ത ആവാൻ വേണ്ടിട്ട് തന്നെ സന്തോഷം ചെയ്യുന്നതാണോ? ചെറിയൊരു ഡിഫറൻസ് വേണം എന്ന് വെച്ചിട്ടാണ് ഭയങ്കര അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ. അനക്കൊരു പേര് കൂടുതൽ. ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. ബോധപൂർവം ചെയ്യുന്നു. പക്ഷെ എനിക്കറിയാം അത് തുടക്കം. അതാ ഞാൻ മേഡത്തോട് നിങ്ങൾ ഞാൻ എന്താണോ പറയുന്നത്, ഒരു 4 സിനിമ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഇപ്പൊ തന്നെ മേഡം എനിക്ക് എന്നെ എതിർക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലേ? എല്ലാവർക്കും എന്നെ മതി മേഡം. ഇത് 3 ഇപ്പൊ മിനിമോളുടെ അച്ഛൻ വന്നു, 4ാമത്തെ സിനിമ വന്നു. മേഡം നോക്കിക്കോളൂ, എല്ലാം പറയും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാണ് ശരി. മേഡം, ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, വി വാണ്ട് എ ഡിസിഷൻ ഓഫ് വി വാണ്ട് എനിമീസ് എന്നാണ്. വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വിജയിക്കാൻ ശത്രുക്കൾ വേണം. 100% ഞാൻ യോജിക്കുന്നു. സോ കുറെ പേര് എതിർക്കും. അതിന്റെ ഇടയിൽ നമ്മൾ വിജയിക്കുമ്പോൾ എല്ലാം പറയും സന്തോഷ് പണ്ഡിറ്റ് ചരിത്രം സൃഷ്ടിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. പോട്ടെ,
ഇനി ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ആണ് ജോർജിന്റെ അടുത്ത്. ഈ സന്തോഷ് പണ്ടിനെ വിമർശിച്ചതിനെതിരെ കുറച്ച് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്താണ് ആ വിഷയം? ഒരു ചാനലിൽ നമ്മളൊരു ടോക്ക് ഷോ ആയിരുന്നു. മിമിക്രിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു ആ ടോക്ക് ഷോയിൽ. എന്നിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഹ്യൂമർ ആണല്ലോ, കൗണ്ടറാണ് കാണുവാൻ അടിക്കുന്നത്. കൗണ്ടർ അടിച്ചടിച്ച് വന്നപ്പോൾ അത് പണ്ടിട്ട് അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തത്. എന്തായിരുന്നു പറഞ്ഞത്? അത് ഉത്തരം പറ. അത് പണ്ഡിറ്റിന്റെ സിനിമയെ പറ്റിയുള്ള ഒരു വിമർശനങ്ങളൊക്കെയായിരുന്നു അവിടെ നടന്നത്. അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചത് പണ്ഡിറ്റിനെ. ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. പെങ്കൊച്ച് ചോദിച്ച്, പണ്ഡിറ്റ് നിങ്ങൾ ഇറക്കുന്ന സിനിമകളൊക്കെ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അപ്പൊ അങ്ങനെ ചോദിച്ചു സന്തോഷ് പണ്ഡിറ്റിനോട് ചോദിച്ചു. ഇതെല്ലാം മാഞ്ഞു പോയില്ലേ? ഞാൻ പറഞ്ഞ് അതങ്ങനെ പറയരുത് മോളെ, അങ്ങനെ പറയരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. ഫ്ലാഷ് ബാക്ക്. ഒരു പ്ലേ കാർഡ് കയ്യിൽ പിടിക്കുക, എന്നിട്ടേ എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് പൊട്ടി കാണിക്കാം. ആരും ഒന്നും കൊല്ലാൻ പോണില്ല. അല്ല, ഈ ഔഷധ ഗുണമുള്ള ഇവനെ മലയാളി ഹൗസ് എന്ന പരിപാടിക്ക് ഇവനെ വിളിച്ചോ. 16 ഒരാളായിട്ട് എന്നെ വിളിച്ച് 26 ലക്ഷം രൂപയൊന്നും. എടാ, ഇന്ന് വരെ നിനക്ക് കോപ്പിൽ 1 രൂപ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. നിന്റെയൊക്കെ തന്തയുടെ കാശ് കൊണ്ടാണ് ഞാൻ പടം എടുത്തതെന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങളോട് എല്ലാവരും ചോദിച്ചു. ആരുടെയും തന്തയുടെ കാശ് കൊണ്ടല്ല, സൗകര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി, അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൊട്ടടുത്തിരിക്കുന്നത് ഞാനാണ്. അപ്പൊ ഈ ജോർജിന് പണി കിട്ടി. ട്രോളോട് ട്രോള്, ഭയങ്കര ട്രോളുകളായിരുന്നു. പിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല, പിന്നെ കണ്ടിട്ടില്ല. വേണ്ട കണ്ടാത്തോണ്ട. എന്തായാലും സന്തോഷ് പണ്ഡിറ്റിന്റെ അടുത്ത ചിത്രത്തിൽ വിളിച്ചാല് ജോർജ് പോവോ? ഒരു അവസരം കിട്ടിയാ പോവോ? ഇല്ല. ഒരു പേടി സ്വപ്നമാണ്. അതെ. ദയവ് ചെയ്ത് ആരും ബിനീഷ് ബാസിന്റെ കുഴിനകത്തെ കയറി ചവിട്ടരുത്. കഴിഞ്ഞ ഓണത്തിന് ചവിട്ടിയിട്ട് എസയുടെ തൊപ്പി പോലെ നിന്നാ. ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട തിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. 2 സംഭവം നോക്കിയത്. ഞാൻ അന്നേനെ നോക്കണം, തൂങ്ങി കിടക്കണം അന്നേനെ നോക്കണം, ഞാൻ ഈ വടം നോക്കണം, അവളെ കയറി ചവിട്ടാതെ നോക്കണം. എന്തൊക്കെ അതിനിടയ്ക്ക് പാവാട വിരിച്ചിട്ടൊക്കെ ഞാൻ അതിനകത്ത് ചവിട്ടി തെന്നി കൂടാതെ. എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ്. ചേച്ചിയെ മിസ് ചെയ്തു ഞങ്ങൾ കുറെ തവണ പറഞ്ഞു. എന്താ ഒരുമിച്ച് വന്നില്ല? നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യായിരുന്നല്ലോ. എന്റെ പൊന്നോ വേണ്ട. കണ്ടാത്തോണ്ട. കേളി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പോലെ ഒരു വേഷങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. രണ്ടുപേരുടെ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? അതൊക്കെ വല്ല ഒരു ഇപ്പോഴും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവങ്ങളാണ്, നിമിത്തങ്ങളാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കേളി എന്റെ മൂവി അല്ല. കേളി എന്റെ മൂവി അല്ല. ലോക പൊട്ടനാണ്. പൊട്ടന ലോക പൊട്ടൻ. എനിക്കറിയാം. അതിനകത്ത് മറ്റേ ഇവരാണ്. കൈവിട്ടു അല്ല, ആണെങ്കിലും എന്റെ അടുത്ത് പാർവതി ചേച്ചി സംസാരിച്ചു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മിലിറ്ററിയിലെ ഓഫീസർ ഉദ്യോഗം രാജിവെച്ചിട്ടാ ഞാൻ ഈ ജിംനേഷ്യം പരിപാടി തുടങ്ങിയത്. ഒരു പെണ്ണും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു വരുന്ന ഓരോ പെൺകുട്ടികൾക്കും മാതൃകയായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് കൈയെല്ലാം പിടിച്ചേ. എന്റെ കൈയല്ല കേട്ടോ അത്. ആ മൈക്ക് ഞെരടി ഒടിച്ചോളല്ലേ ഞങ്ങളുടെ മൈക്ക്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഒരു ദിവസത്തെ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കൊച്ചിനാറ ഈ റൊട്ടിക്കകത്ത് കൈവശം കുറെ നേരമായി. സഹോദരന് ഒരു ചെറിയ സംശയമുണ്ട്. ആ നോബി എത്ര ആഴ്ച ജിമ്മിൽ പോയാൽ ഇതുപോലെ ആകും? ആദ്യം ജിമ്മിലല്ല പോണ്ടേ, അറക്കമില്ലിൽ പോയിട്ട് 4 സൈഡും ചീന്തി കളയുക. എന്തൊരു ചളിയാടോ, ചളിവാരിയൊക്കെ തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. പാണ്ടിക്കരിമ്പാറ പോലെയാണ്.
വർഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ഇതൊക്കെ എന്ത് നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അഹങ്കാരങ്ങളില്ലാത്ത സ്വകാര്യ അഹങ്കാരങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മമ്മൂക്കയുടെ ശബ്ദം ഒന്ന് എടുക്കാം. എന്റെ പൊന്നോ വേണ്ട. എനിക്ക് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒക്കെ ശബ്ദം എടുക്കാൻ ശരിക്കും പറഞ്ഞ നടന്മാരെ പറയുന്ന ഒരാളല്ല ഞാൻ. ഞാൻ അത്രക്കാരൻ നിന്റെ അച്ഛനെങ്ങാനും വരുന്ന കൂട്ടത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു പാട്ടിന് രണ്ട് നടന്മാരൊക്കെ പറയുവാണെങ്കിൽ കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷാവൂലേ എന്ന് കരുതി അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. വേണ്ട കണ്ടാത്തോണ്ട. അപ്പൊ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. മമ്മൂക്ക ഇനി അതാരാന്ന് ചോദിച്ചാലെന്ന് വരും. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? ഇന്ത്യൻ ഭരണ സർവീസ് ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം. എന്തുന്നാണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഇത് നോളയിലെ മുള്ളണം. എന്ത് മുളയിലെ നുള്ളണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീയൊന്നും പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ കുറച്ച് ഓവറായില്ലേ? കോടിക്കണക്കായ പട്ടിണി പാവങ്ങളുടെയും നിരക്ഷരയുടെയും ഇന്ത്യ. കൈയടിക്കണ മക്കളെ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി.